കടത്തി പി സുകുമാരന്റെ വീട്ടുപറമ്പിൽ പറക്കുന്ന അണ്ണാനെ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടുപറമ്പിലെ മരം മുറിക്കവെയാണ് മരത്തിൽ നിന്ന് ഗ്ലൂക്കോമിസ് സാബ്രിനസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പറക്കുന്ന അണ്ണാനെ കണ്ടെത്തിയത്. എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. മുൻപ് നാടുകളിൽ സുലഭമായി കണ്ടുവന്നിരുന്ന ഇവ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വംശനാശ ഭീഷണിയിലാണ്. പക്ഷികളെപ്പോലെ ദീർഘദൂരം പറക്കാനുള്ള കഴിവ് ഇവയ്ക്കില്ല. ഒരു മരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ചുരുങ്ങിയ ദൂരം മാത്രമാണ് ഇവ പറക്കുക. കാണുന്നവർക്കെല്ലാം ചിറകു വിരിച്ചു പറക്കുന്ന ഈ അണ്ണാൻ കൗതുക കാഴ്ചയാണ്. മാർക്ക് പ്രവർത്തകനായ ബിജിലേഷ് കോടിയേരിയുടെ നേതൃത്വത്തിൽ ജിഷ്ണുവും ചേർന്നാണ് പറക്കും അണ്ണാനെ ചൊക്ലിയിലെ വീട്ടിലെത്തി രക്ഷപ്പെടുത്തിയത്. വെറ്റിനറി ഡോക്ടറുടെ പരിശോധനയിൽ അണ്ണാന്റെ കാലിലെ എല്ലിന് പൊട്ടലുള്ളതായി കണ്ടെത്തി. 3 ആഴ്ചയെങ്കിലും ചികിത്സ വേണ്ടിവരുമെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. പറക്കുന്ന അണ്ണാൻ ഫ്ലൈങ് സ്ക്വറൽ എന്ന് പറയുന്നത് 2 വയസ്സുള്ള ഫീമെയിൽ അണ്ണാനാണ് ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലത്തെ കണങ്കാലിൻ്റെ നടുഭാഗം വെച്ച് വേർപെട്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വേർപെടുമ്പോൾ ആ അസ്ഥിയുടെ അറ്റം കൊണ്ടിട്ട് ചർമ്മത്തിലൊരു ചെറിയ മുറിവ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അണുബാധ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് തടയാനായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സിങ്ങാണ് ചെയ്തിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, അവർക്ക് മറ്റ് അസ്വസ്ഥതകൾ തോന്നാതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു ബാൻഡേജിങ്ങാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 2-3 ദിവസം ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് മറ്റ് ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ഈ ഡ്രസ്സിങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് വെച്ച് അങ്ങനെ കുറേ ഒരു 3 ആഴ്ചയോളം നിരീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യത്യാസം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ഇത്തരം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ അത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാകുകയും അങ്ങനെ അവർ ഭയപ്പെട്ടിട്ട് ബോഡിയിൽ ഹോർമോണുകൾ ഉണ്ടായിട്ട് മുറിവ് കരിയാതിരിക്കുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.